ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെപ്പോഴും ഡിമാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ അവിടെ ഗ്രോസറി ആണെങ്കിലും എല്ലാ സാധനങ്ങളും നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ പോയി വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അന്ന് തന്നെയാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബിസ്ക്കറ്റ് അതിൻ്റെ പാത്രത്തിൽ 2-3 പാക്കറ്റ് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ആട്ട ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂഷ്വലി എപ്പോഴും കൊടുത്തയക്കുന്നതാണ് സ്കൂളിലോട്ട്. ബാക്കി പിന്നെ ഉള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ ബോക്സിൽ തന്നെയാണ് ഇട്ട് വയ്ക്കാറ്. കഴിയുമ്പോൾ ഞാൻ വേറെ ബോക്സിലോട്ട് ഇടും. ഇത് അരി കൊണ്ട് ഉണ്ടാക്കിയൊരു കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഞാൻ ചോറ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ്, ചെറുപയർ ഇതെല്ലാം അതിൻ്റേതായ ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർബേജ് ബാഗെല്ലാം ഈ ഒരു ഡ്രോയറിലാണ് വെക്കുന്നത്. പിന്നെ ചുവന്ന മുളക് ഈ ഒരു കുഞ്ഞു ജാറിലിട്ട് വയ്ക്കാറുണ്ട്. പിന്നെ ഈ ഒരു ട്രേ ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിന് 69 റുപ്പീസാണ്. ഞാനിങ്ങനെ ഓയിൽ ബോട്ടിൽസൊക്കെ വെക്കാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള കിച്ചൺ ക്ലോത്ത് കിട്ടും ഡിമാർട്ടിൽ. ഭയങ്കര റീസണബിൾ പ്രൈസിലാണ് കേട്ടോ കിട്ടുക. ഇതിന് 99 റുപ്പീസിന് 4 പീസാണ് വരുന്നത്. ഇത് നല്ല ക്ലോത്താണ് കേട്ടോ. ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി ബോട്ടിൽസ് എല്ലാം അതിൻ്റെ പ്ലേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ബോട്ടിൽ ഈ ഒരു ട്രെയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് അടിപൊളിയാണ് കേട്ടോ ഈ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാം മാറ്റി എല്ലാവരുടെയും ക്ലീൻ ചെയ്തു. ഇനി വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോയത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നത് കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കാറ്. അപ്പോൾ കറിവേപ്പില, മല്ലിയില, ചീര ഇതൊക്കെയാണ് ആദ്യം എടുത്ത് വെച്ചത്. അപ്പോൾ എപ്പോഴും കറിവേപ്പില ഇതുപോലത്തെ ബോക്സിലാണ് ഇടാറ്. ടിഷ്യൂ മുകളിലും താഴെയും വെച്ചിട്ട് എടുത്ത് വെക്കും. കേട് വരാറില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് മല്ലിയിലും ചെയ്യാറ്. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സ് എല്ലാം മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് മുള്ളിലേക്ക് ഞാൻ യൂട്ടിലിറ്റി ഏരിയയിലാണ് വെക്കാറ്. പച്ചമുളക് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ തന്നെയാണ് വെക്കുന്നത്.
പിന്നെ ഈ ബീറ്റ്റൂട്ടിൻ്റെ എല്ലാം തണ്ട് കളഞ്ഞ് വയ്ക്കുമ്പോൾ കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ സാധനങ്ങളായിട്ടുള്ള കുമ്പളങ്ങ, തേങ്ങ, വാഴയ്ക്ക ഇതെല്ലാം ഞാൻ ഈ ട്രേയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.